നമ്മൾ കുറച്ച് കാലം ഇവിടെ അധ്വാനിച്ചാൽ ഇൻഷാ അല്ലാഹ് മരണമില്ലാത്ത ജീവിതത്തിൽ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാൻ സാധിക്കും. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. യാ നഫ്സു ഇത്അബി ഖലീലൻ, നഫ്സെ നീ കുറച്ച് സമയം ക്ഷീണിക്കുക, കുറച്ച് സമയം നമ്മൾ അധ്വാനിക്കുക. എങ്കിൽ തസ്തരീഹി ഫിൽ ഫിർദൗസി കസീറ, നമ്മുടെ പരലോകത്ത് ഒരുപാട് സമയം റെസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് നോക്കി ഈ കൂട്ടത്തിലിരിക്കുന്ന കുറച്ച് ആളുകൾ അവരുടെ ആയുസ് അല്ലേ എത്ര വലിയ സത്യമാണ്. സുബ്ഹാനല്ലാഹ്, ഞാനും നിങ്ങളൊക്കെ അത് ചിന്തിക്കുന്നത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് വിഷയം. നമ്മൾ ചിലപ്പോൾ ഇന്ന് രാത്രിയായിരിക്കും മരിക്കാം, ചിലപ്പോൾ നാളെ രാവിലെ, ചിലപ്പോൾ നമുക്കിന്ന് മഗ്‌രിബ് നിസ്കരിക്കാൻ പറ്റില്ല. ചില ആളുകൾ പണ്ഡിതന്മാരൊക്കെ പറയാറുള്ളത് പോലെ ഞാൻ ഇന്ന് ഈ സൗബിൻ്റെ ബട്ടൺസ് ഇട്ട് ഞാനതായി ചുളന്നില്ല. അത്രേ ഉള്ളൂ നമ്മളെ അവസ്ഥ. കുറച്ച് സമയം അത് വളരെ നല്ല രൂപത്തിൽ അല്ലേ ഇഖ്ലാസോടുകൂടി ഏറ്റവും ചെയ്യുന്ന ഇബാദത്തുകൾ നല്ല പെർഫെക്ഷനോടുകൂടി ചെയ്ത് ഏത് സമയത്ത് മരണം വന്നാലും സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ് തൗബ ചെയ്ത് നിരന്തരം തൗബ ചെയ്ത് അതിനുവേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിന്നാൽ കുറച്ച് കാലം, എത്ര മാക്സിമം പോയാൽ ഇപ്പോൾ ഓരോരുത്തർക്ക് എത്ര വയസ്സായി? അമാർ ഉമ്മത്തി മബൈന സിറ്റീനോ സബൈൻ, 60-70 ഇടയിലാണ് ഒരു ശരാശരി. അവിടേക്ക് എത്ര 2 വർഷം ഉണ്ടാവുള്ളൂ, പകുതി നമ്മൾ പിന്നിട്ടു, പലരും പകുതി പിന്നിട്ടു, അത്രയൊന്നും ഉണ്ടാവില്ല. ആ ഒരു കുറഞ്ഞ സമയം ബുദ്ധിപൂർവ്വം നമ്മൾ അമലൊക്കെ ചെയ്ത് നന്നായിട്ട് ജീവിച്ചാൽ തസ്തരീഹി ഫിൽ ഫിർദൗസി കസീറ, ഫിർദൗസുൽ അലയിൽ സ്വർഗ്ഗത്തിൽ മരണമില്ലാത്ത കാലം റെസ്റ്റ് എടുക്കാം, ആശ്വസിച്ച് നല്ല സമാധാനത്തിൽ ജീവിക്കാം. ഇത് വളരെ സത്യമാണ്. അല്ലാഹു തആല ഈ രൂപത്തിൽ ചിന്തിച്ച് എല്ലാ സമയത്തും ഈ ചിന്ത മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് നല്ല രൂപത്തിൽ ചുറ്റപ്പെടുത്താൻ സാധിക്കും.